കാനാവിലെ കല്യാണം, വെഡിങ് ഇൻ കാനെ. വെഡിങ് അല്ലെങ്കിൽ വിവാഹം എന്ന് പറയുമ്പോഴെല്ലാം നമുക്ക് ഇൻട്രസ്റ്റ് ആണ്. കാരണം വിവാഹം എപ്പോഴും നമ്മളൊരു നല്ല കാര്യം. പിന്നെ വേദപുസ്തകത്തിലും ക്രിസ്തു വന്നത് നമ്മുടെ മണവാളനായിട്ട് വന്ന് അന്ത്യകാലം ആകുമ്പോഴത്തേക്ക്, അതായത് വെളിപ്പാടാകുമ്പോഴത്തേക്ക് അവിടെ ഒരു വിവാഹം നടക്കുന്നുണ്ട്. ഏദൻ തോട്ടത്തിൽ തുടങ്ങിയപ്പോഴും ആദത്തിന് ഒരവ്വായി ഉണ്ടാക്കി ദൈവം കൊടുക്കുകയാണ്. ദൈവമാണ് ഉണ്ട്. ആദത്തിനകത്തു നിന്ന് ഒരാളെ എടുത്ത് പുറത്തോട്ട് വെക്കുക ചെയ്തത്, അല്ലാതെ പുറത്തുനിന്ന് ഉണ്ടാക്കുകയല്ല. അപ്പോൾ ആദും അവ്വായും കൂടെ ചേരുമ്പോഴാണ് അവരൊന്നാകുന്നത്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഈ വേദപുസ്തകത്തിൻ്റെ പ്രിൻസിപ്പിൾ മാറാനൊക്കത്തില്ല. സ്ത്രീയും പുരുഷനും, ഈ പുരുഷനിൽ സ്ത്രീയുടെ ആത്മാവ് ഉള്ളതിനെ അകത്തുനിന്ന് പൊക്കിയെടുത്ത് പുറത്തോട്ട് വെച്ചപ്പോൾ, അതുകൊണ്ടാണ് ആദം ഗാഢനിദ്രയിൽ നിന്ന് ഉണർന്നു വന്നപ്പോൾ ആദം അറിഞ്ഞോ അറിയാതോ ആത്മാവിൽ വിളിച്ചു പറയാൻ അറിയാനൊക്കെ, ഇത് ഫ്ലഷ് ഓഫ് മൈ ഫ്ലഷ്, ബോൺ ഓഫ് മൈ ബോൺ, എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവും. ആദം ഉറങ്ങിക്കിടന്ന ആൾ എങ്ങനെ ഇത് അറിഞ്ഞു? എൻ്റെ അസ്ഥിയുടെ അസ്ഥവും മാംസത്തിൻ്റെ മാംസം. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുമ്പോൾ, ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ടും അറിയാം അത് ദൈവമാണ് പറഞ്ഞതെന്ന്. എങ്ങനെ അറിയാം? അത് ആത്മാവ് പറയും. അതെങ്ങനെ അറിഞ്ഞു? അത് ഉറക്കത്തിലായിരുന്നല്ലോ, വലിയ ഡീപ്പ് സ്ലീപ്പ്. ഹി വാസ് അനസ്തീഷ്യ കൊടുത്തതുപോലെ ദൈവം ആദ്യത്തിനെ ഉറക്കിയിട്ട് ഉണർന്ന് വന്ന് ആദ്യം പറയുന്നത്, ഇതെൻ്റെ മാംസത്തിൻ്റെ മാംസം, എൻ്റെ മാംസത്തിൻ്റെ മാംസവും എൻ്റെ ശരീരത്തിൻ്റെ ശരീരം. അതാണ് അത് ഞാൻ പറയുന്നത്. എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസം, അതായത് ബോൺ ഓഫ് മൈ ബോൺ ആൻഡ് ഫ്ലഷ് ഓഫ് മൈ ഫ്ലഷ്. അത് പറയുന്നിടം വരെ നമ്മളിൽ യോജിപ്പ് വരുന്നില്ല. ഭാര്യമാർ ഭർത്താക്കന്മാർ ജീവിക്കുമ്പോൾ, ഒരു ഭർത്താവ് ഒരു പുരുഷൻ ഒരു സ്ത്രീയുമായിട്ട് വിവാഹം കഴിക്കുമ്പം ഇത് ജീവിത അന്ത്യം വരെ, എക്സെപ്ഷണൽ കേസസ് മാറ്റിവെക്കാം, അല്ല ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഇത് ജീവിത അന്ത്യം വരെ നമ്മളൊന്നാണ്. ഒരു പ്രശ്നം വരട്ടെ, അന്നേരം ആരെങ്കിലും ഒരാൾ വീണ്ടും നമ്മളൊന്നാണ്. ഈ ഡിവോഴ്സ് എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരരുത്. ബിക്കോസ് ആ ചിന്ത ഇടുന്നത് പിശാചാണ്. ദൈവം ഒരിക്കലും മനുഷ്യനെ സൃഷ്ടിക്കുമ്പം മനുഷ്യൻ നശിച്ചു പോകണമെന്നല്ല ചിന്ത വരുന്നില്ല. മനുഷ്യൻ നശിക്കുന്ന അറിഞ്ഞിട്ടും കർത്താവ് അതിന് പരിഹാരം പോലും കണ്ടിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. നമ്മളോ നിട്ടെറിഞ്ഞ് ചൂടുക. അതുകൊണ്ടാണ് ഉടമ്പടിയെക്കുറിച്ച് പഠിക്കണം. ഉടമ്പടി എന്ന് പറയുന്നത് ദൈവീകമായ ഉടമ്പടിയിൽ ദൈവം എന്നും ഒരു പാർട്ടി ദൈവമാണ്. ഭാര്യ ഭർത്താക്കന്മാർ അപ്പുറത്ത് ദൈവവും ഭാര്യ ഭർത്താക്കന്മാരെ രണ്ടായിട്ട് കാണാതെ ഒന്നായിട്ട് കണ്ടാൽ അവർ രണ്ടുപേരും എടുക്കുന്ന തീരുമാനം വരുമ്പോൾ, ദൈവവും ഭാര്യ ഭർത്താവും ഒന്നിച്ച് നിൽക്കുമ്പോൾ അതിനെ ആർക്കും ബ്രേക്ക് ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദിസ് ഈസ് ദി അബ്സല്യൂട്ട് ട്രൂത്ത്. യു കനോട്ട് ചേഞ്ച് ഇറ്റ്. പലപ്പോഴും ഞാനിത് പറയുമ്പം, ഈ സ്ത്രീകളുടെ ഇടയ്ക്കൊക്കെ പറയുമ്പം അവർ ഡിവോഴ്സിനെ സമ്മതിച്ചല്ല പ്രസംഗിച്ചതെന്ന് എന്നോട് എതിരായിട്ട് പറയും. ഐ ആം നോട്ട് കൺസേൺഡ് വിത്ത് എ പർട്ടിക്കുലർ പേഴ്സൺ. ഐ ആം ടോക്കിംഗ് അബൌട്ട് ദി അബ്സല്യൂട്ട് ട്രൂത്ത് ഓഫ് ദ ബൈബിൾ. വേദപുസ്തക അടിസ്ഥാനത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ പുരുഷനും സ്ത്രീയും കൂടെ ഒന്നിച്ച് വരുമ്പോൾ, ആദത്തിൻ്റെ ഉള്ളിൽ നിന്നെടുത്ത് അവ്വയാണ് മുമ്പിൽ നിൽക്കുന്നത് എങ്കിൽ മരണം വരെ ഒന്ന്. രണ്ടെന്നൊരു പദം അവിടെ വരരുത്. ഈ രണ്ട് പദം എന്ന് പറയുമ്പോഴേ, അത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കള്ള് കുടിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ, ഞങ്ങൾ കൊട്ടാരക്കര താമസിക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ട് മുമ്പിൽ അവർ എല്ലാ ദിവസവും വൈകിട്ട് അവിടെ വഴക്കാം. കാരണം അയാൾ കള്ള് കുടിച്ചേച്ച് വന്ന് അവിടെ കിടന്ന് ബഹളം വെക്കും, അവർ അതുപോലെ തിരിച്ചും പറയും. അപ്പോൾ ഞാൻ ചിലപ്പോൾ ശാസിച്ച് പ്രാർത്ഥിക്കും, അപ്പോൾ കുറച്ച് കുറയുന്ന ഞങ്ങൾ. പക്ഷേ പിറ്റേ ദിവസം ഇവർ രണ്ടും പിന്നെ സ്നേഹം. അപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ചിന്തിക്കും, ഇവർ ഇന്നലെ മുഴുവൻ വഴക്കുണ്ടാക്കി വെച്ച് ഇപ്പോഴിതാ പിന്നെ സ്നേഹമാണ്. അവരവസാനം വരെ, ആ മനുഷ്യൻ മരിച്ചുപോയി, അവരിപ്പോഴും ചെയ്തു, അവരവസാനം വരെയും ആ ഒരു പുരുഷൻ്റെ കൂടെ വളരെ വിശ്വസ്തതയായിട്ട് നിന്നു. അവരുടെ മക്കളൊക്കെ നല്ല നിലയിലായി. ഒരാൾ പിടിച്ചു നിന്നു. അതാണ് ദൈവം. കാനായിലെ കല്യാണത്തിന് പറയുമ്പം വിവാഹം എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ തന്നെയല്ല, രണ്ട് കുടുംബങ്ങൾ ഒന്നിച്ച് ചേരുകയാണ്. അതിന് പുറകിൽ ഒത്തിരി വർക്കുണ്ട്. ഒരു ദിവസത്തെ സെലിബ്രേഷനാണ് കല്യാണം. പക്ഷേ അതിന് പുറകിൽ എത്ര നാളുകളുടെ പ്രയത്നം, അപ്പനമ്മമാരുടെ കുടുംബമായിട്ടുള്ള എത്രയോ പ്രയത്നങ്ങൾ.
അതിനുള്ള സ്വരൂപിക്കൽ, അതിനുള്ള പൈസ സ്വരൂപിച്ച് വെച്ചത്, അതിനുള്ള സ്വർണം മാറ്റി വെച്ചത്, അതിനു വേണ്ടി നമ്മൾ കരുതിക്കൂട്ടി വെച്ചത്, അതിനുള്ള ഫ്രണ്ട്സിനെ വിളിക്കുക, ഇതിനൊക്കെ പ്രയത്നമില്ലേ? ഒരു ദിവസം മാത്രമായിട്ട് കല്യാണം അങ്ങ് നടന്നെന്ന് പറയും. പക്ഷെ അതിൻ്റെ പുറകിലത്തെ ചിന്ത ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ആ പുറകിലത്തെ വ്യക്തികളുടെ പ്രയത്നം കൊണ്ടാണ് ആ പുരുഷനും അല്ലെങ്കിൽ ആ മണവാളനും മണവാട്ടി അന്ന് സന്തോഷമായിട്ടിരിക്കുന്നത്. അപ്പോൾ കാനാവിലെ കല്യാണത്തിലേക്ക് നോക്കുമ്പോൾ 5 പേര് ഇതിൻ്റെ പുറകിൽ. 1 ബ്രൈഡ് ആൻഡ് ഗ്രൂം, മണവാളനും മണവാട്ടിയും. 2 മദർ മേരി, അമ്മയെപ്പോലെ ബലഹീനതകൾ കണ്ടറിഞ്ഞ ഒരു സ്ത്രീ. ഒരു അമ്മ എല്ലാ ഭവനങ്ങളിലും ഉണ്ട്. എല്ലാ ഭവനങ്ങളിലും അമ്മയില്ലാത്തവർക്ക് ദൈവം പരിശുദ്ധാത്മ വേറെ ആരെങ്കിലും കൊടുക്കും. മദർ മേരി. 3-മത്തേത് യേശു ക്രിസ്തു. യേശു ഉണ്ടായിരുന്നു, ശിഷ്യന്മാരും കൂടെ. 4-മത്തേത് അവിടുത്തെ ജോലിക്കാർ. 5-മത്തേത് വൈൻ മാസ്റ്റർ, അതായത് വീഞ്ഞ് ടേസ്റ്റ് ചെയ്യുന്ന വിരുന്നുവാഴി. ഇവരെല്ലാം പ്രധാനമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നതിനാൽ കാനാവിലെ കല്യാണത്തിന് വീഞ്ഞ് തികഞ്ഞില്ല എന്ന് അമ്മ മനസ്സിലാക്കിയിട്ട് അമ്മ അവിടെ ഉണ്ടായിരുന്നതിനാൽ വേറെ ആരോടും പറയാതെ പറയേണ്ടിയവനായ സ്വന്തം പുത്രൻ്റെ അടുക്ക വന്നിച്ചു പറഞ്ഞു, ഇവർക്ക് വീഞ്ഞ് തീർന്നിരിക്കുന്നു. ഇതുപോലെ എത്രയോ സാഹചര്യങ്ങളിൽ നമ്മുടെ പ്രയാസങ്ങളിൽ നമുക്ക് വേണ്ടി പുറകിൽ കൂടെ വന്ന് ഉപദേശം തരുന്ന എത്ര പേരുണ്ട് ഇല്ലേ? അവർക്ക് ആവശ്യമുണ്ട്. നമുക്ക് കൂട്ടുകാരാവശ്യമുണ്ട്. നമ്മുടെ ബലഹീനതയിൽ പുറകിൽ കൂടെ വന്ന് നമ്മളെ പറഞ്ഞു തരാൻ ആവശ്യമുണ്ട്. മാതാപിതാക്കൾ മക്കൾക്ക് ഉപദേശം കൊടുക്കേണ്ടിയുണ്ട്. ഇതൊന്നും ഈ സമ്പ്രദായങ്ങൾ, ഇതൊന്നും ഈ ട്രഡീഷൻസ് ഒന്നും മാറിപ്പോകരുത്. ഇപ്പോൾ ന്യൂക്ലിയർ ഫാമിലിയാണ്. ന്യൂക്ലിയർ ഫാമിലി ആകുമ്പോഴത്തേക്ക് ആ ബന്ധങ്ങളാണ് ഒലഞ്ഞു പോകുന്നത്, അല്ലാതെ അതിൻ്റെ അനുഗ്രഹമാണ് ഒലഞ്ഞു പോകുന്നത്, അല്ലാതെ ഒന്നുമല്ല. അവർ തന്നെ ജീവിക്കും, സുഖമാണ്. പക്ഷെ ആ ഒരു നിലനിൽപ്പില്ലേ, ഇറ്റേണിറ്റിയിലുള്ള എന്നേക്കുമുള്ള നിത്യമായ ജീവൻ്റെ പ്രിൻസിപ്പിൾ നമുക്ക് മാറ്റി എഴുതാനൊക്കത്തില്ല. അപ്പോൾ ഒരമ്മ വേണം. അവിടെ യേശുക്രിസ്തു ഉണ്ടായിരുന്നു. സെർവൻസ്, ജോലിക്കാരെ കുറിച്ച് ചിന്തിക്കുമ്പോഴെന്താ, ജോലിക്കാർ, വിശ്വസ്തരായ ജോലിക്കാർ ജോലി ചെയ്യാനും ആവശ്യമുണ്ട് നമുക്ക്. വെള്ളമൊഴിക്കാൻ പറഞ്ഞപ്പം പാത്രം കഴുകിയിട്ട് പാത്രം നിറച്ചൊഴിക്കാനുള്ള ജോലിക്കാരെ ആവശ്യമുണ്ട്. ഏതൊരു വിഭാഗത്തിനും ഏതൊരു ഫംഗ്ഷനും പുറകിൽ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന ആളുകൾ ആവശ്യമുണ്ട്. അതുകൊണ്ട് ആര് വലുത് ആര് ചെറുതെന്നല്ല, എല്ലാവരെയും ആവശ്യമുണ്ട്. പിന്നെന്തോ ആവശ്യമുള്ളത്? വൈൻ മാസ്റ്റർ. വൈൻ മാസ്റ്റർ എന്താണ് ചെയ്യിക്കുന്നത്? വൈൻ മാസ്റ്ററിൻ്റെ ജോലി ഇവിടുത്തെ വീഞ്ഞ് അല്ലെങ്കിൽ അവിടുത്തെ പ്രധാന ഘടകമായ വീഞ്ഞിന് വേണ്ടി അത് ശരിയാണോ നല്ലതാണോ എന്ന് ചെക്ക് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. യേശു ക്രിസ്തു പറഞ്ഞതനുസരിച്ച് അവർ വെള്ളം ഒഴിച്ചു. യേശു വന്ന് നോക്കിയപ്പോൾ വെള്ളം വീഞ്ഞായിട്ട് മാറി. അത് കോരി കൊടുക്കാൻ യേശു പറയുന്നു. അത് വിരുന്നുവാഴി കൊടുത്തു കഴിഞ്ഞപ്പോൾ ടേസ്റ്റ് ചെയ്തപ്പോൾ വിരുന്നുവാഴി ഈ മണവാളനെയും മണവാട്ടി ഇതുവരെ അവരറിയുന്നില്ലെന്ന് ഓർക്കണം. ഇതാണ് ഏതൊരു നമ്മുടെ മുൻപിലുള്ള തലമുറ, അതായത് നമ്മുടെ മക്കൾ, കൊച്ചുമക്കൾ, അവരറിയുന്നില്ല പുറകിലത്തെ പ്രാർത്ഥന. പക്ഷെ തക്ക സമയമാകുമ്പോൾ ദൈവം വെളിപ്പെടുത്തി കാണിക്കും. തക്ക സമയത്ത് വിരുന്നുവാഴി വന്നേച്ച് മണവാളിനോട്, ഇതെന്താണ്, എല്ലാവരും നല്ല വീഞ്ഞല്ലേ ആദ്യം കൊടുക്കുന്നത്, നീ എന്താണ് ഈ കാണിച്ചത്? എല്ലാവർക്കും നല്ല വീഞ്ഞ് മാറ്റി വെച്ചിട്ട് നീ എന്തിനാണ് ഏറ്റവും നല്ല വീഞ്ഞ് അവസാനം വിളമ്പുന്നത്? അവനറിയുന്നു. ബ്രൈഡ് അറിയുന്നില്ല, ബ്രൈഡ് ഗ്രൂം അറിയുന്നില്ല. മണവാളിനും മണവാട്ടിയും അറിയാതെ ആ സ്റ്റേജിൽ അല്ലെങ്കിൽ മുൻപിൽ നിൽക്കുന്നത് പുറകിൽ കുറേ പേരുടെ കഷ്ടപ്പാട് കൊണ്ടാണ്. പുറകിൽ അതിനുവേണ്ടി പ്രയത്നിച്ച ഒരമ്മയുണ്ടായിരുന്നു, പ്രയത്നിച്ച ഒരു യേശു ഉണ്ടായിരുന്നു, പ്രയത്നിച്ച കുറേ ജോലിക്കാരുണ്ടായിരുന്നു, അതുപോലെ ടേസ്റ്റ് ചെയ്യുന്ന ഒരു വൈൻ മാസ്റ്റർ ഉണ്ടായിരുന്നു. ആരെയും ആവശ്യമില്ലാത്തത്? എല്ലാവരെയും ആവശ്യമുണ്ടായിരുന്നു. ഇതൊക്കെ കൂട്ടിയണക്കിക്കൊണ്ട് തരുന്നത് ആരാണ്? ദൈവമാണ്. അപ്പം നമ്മൾ വിവാഹ ജീവിതത്തിലേക്ക് കയറുന്നവർ നമ്മൾ എല്ലാവരുടെയും സഹായം ആവശ്യമുണ്ട്. ഒരാളെ ചെറുതെന്നോ വലുതെന്നോ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ദൈവം പറയുന്നു, ഞാൻ ഇന്ന് ഒരു പുതിയ കാര്യം ചെയ്തിരിക്കുകയാണ്. നിൻ്റെ വീട്ടിൽ എന്നാ ബലഹീനതയുണ്ടെങ്കിലും അത് എൻ്റെ മുമ്പിൽ കൊണ്ടുവരും. അത് എൻ്റെ മുമ്പിൽ, നമ്മുടെ മക്കളുടെ ആണെങ്കിൽ അമ്മയുടെ അതേ ജോലി നമ്മൾ ഏറ്റെടുക്കുക. ഭർത്താവിൻ്റെ ആണെങ്കിൽ ഭാര്യ എന്ന നിലയിൽ കൊണ്ടുവെക്കുക. ഭർത്താവ് ഭാര്യയുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ പാത്രങ്ങളോട് കൊണ്ടുവന്ന് പാത്രം കഴുകി ശുദ്ധീകരിച്ച് ദൈവസന്നിധിയിൽ വെള്ളം ഒഴിച്ച് കൊണ്ടുവെക്ക്. അല്ല ചിലപ്പം വെള്ളമല്ല, ചിലപ്പം വീഞ്ഞല്ല, ചിലപ്പം എണ്ണയായിരിക്കും ഒഴിക്കാൻ പറയുന്നത്, ഇല്ലേ?
ഇത് എലീശ പ്രവാചകൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന വിധവയായ സ്ത്രീ തൻ്റെ മക്കളെ എടുത്തുകൊണ്ട് പോകാൻ നേരത്ത് അവർ വന്ന് കരയുമ്പോൾ എന്ത് ചോദിച്ച്, നിൻ്റെ വീട്ടിൽ എന്ത് എണ്ണയാണ്? അഭിഷേകത്തിന്. അഭിഷേകം ഒരിക്കലും കുറയരുത്, അഭിഷേകം മുറിഞ്ഞു പോകരുത്. അഭിഷേകം നഷ്ടപ്പെട്ട് ചോർത്തിക്കൊണ്ടു പോകുന്ന ദുഷ്ടനെ ദൂരത്തിൽ നിന്ന് കണ്ട് വെട്ടിമാറ്റാൻ ദൈവാത്മാവ് സഹായം തരട്ടെ. ശത്രു കയറുന്നത് നമ്മുടെ ഉറക്കം കൊണ്ട് മാത്രം, അലസത കൊണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ക്ഷീണമുള്ളപ്പം ഞാനേ പ്രാർത്ഥിക്കാം. എനിക്ക് ക്ഷീണമാണെങ്കിൽ എനിക്ക് പ്രാർത്ഥന അറിയുന്നവരെൻ്റെ വീട്ടിൽ കയറി വരും പ്രാർത്ഥിക്കാൻ. നമുക്ക് ക്ഷീണം വരും, നമ്മൾ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷെ നമുക്ക് അന്നേരം തന്നെ എഴുന്നേക്കാൻ വയ്യെങ്കിൽ നമുക്ക് പ്രെയർ ഗ്രൂപ്പുണ്ട്, സ്മോൾ പ്രെയറുണ്ട്, പിന്നെ നമ്മൾ 3 day ഫാസ്റ്റിംഗ് പ്രെയറുണ്ട്, പിന്നെ നമ്മൾ ചർച്ചിൽ പോകുന്നുണ്ട്, നമ്മൾ അവിടെ ഒരു പ്രെയർ ഗ്രൂപ്പുണ്ട്. ഇവരെല്ലാം പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഇതൊന്നും വെറുതെ അല്ല പോകുന്നത്. ഇതൊക്കെ പാത്രത്തിൽ വെള്ളം ഒഴിക്കുന്ന പോലെ ഒഴിക്കുകയാണ്. പിന്നെ ലാസ്റ്റ് ഇതുകൊണ്ട് യേശുവിന് മുമ്പിലോട്ട് വെച്ചാൽ പോരെ. അവൻ തക്ക സമയത്ത് കടന്നു വന്ന് നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവം കടന്നു വന്നിരിക്കുന്നു. നമ്മളെ ദൈവം കാനാവിലെ കല്യാണത്തിന് അവരുടെ ബലഹീനത മനസ്സിലാക്കി മറ്റുള്ളവരുടെ മുമ്പിൽ അവരെ അവഹേളിക്കാതെ അവർക്ക് വേണ്ടി നന്മ ചെയ്തു കൊടുത്ത ദൈവം എൻ്റെ ഭവനത്തിൽ വന്നിരിക്കുന്നു. അവനവൻ പറ, എൻ്റെ ഭവനം. ഈ വചനം കേൾക്കുന്നത് പ്രയോജനപ്പെടണം. അനേക വചനങ്ങൾ കേൾക്കുന്നതിലല്ല, അതിപ്പോൾ കേട്ട് നമ്മൾ തഴമ്പിച്ചിരിക്കുക. കേൾക്കുന്ന വചനം ജീവവൃക്ഷമാക്കി മാറ്റണം. അത് നല്ല നൂറുമേനിയായിട്ട് അത് വളർന്ന് ഒരു നല്ല വൃക്ഷം അങ്ങോട്ട് വളർന്നിട്ട് അത് നിറച്ച് ഫലമുണ്ടായിട്ട് അതിൻ്റെ മുകളിൽ പക്ഷികൾ, താഴെ മൃഗങ്ങൾ, നമ്മൾ എല്ലാവരും സന്തോഷിക്കുന്നു. അതാണ് ജീവവൃക്ഷം. അത് ക്രിസ്തു തന്നെയാണ്. അവനിൽ വളരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. വെറും വെള്ളത്തെ വീഞ്ഞാക്കിയ ദൈവം ക്രിസ്തു ഞങ്ങളുടെ സാന്നിധ്യത്തിലുണ്ട് എങ്കിൽ ഏത് കഷ്ടമാട്ടെ, ഏത് പ്രശ്നമാട്ടെ, ഏത് ഭാരമാട്ടെ, ആ ഭാരത്തിൻ്റെ നടുക്ക് പാത്രങ്ങൾ കഴുകി എൻ്റെ മുമ്പിൽ കൊണ്ട് വെക്കണം. അറിയിക്കാൻ ഒരമ്മ വേണം. അതുപോലെ ഞങ്ങൾ ഓരോരുത്തരും ആ ജോലി എടുത്തരും. ചിലപ്പം നമ്മൾ മാതാവിൻ്റെ ജോലി ചെയ്യും, ചിലപ്പോൾ യേശു പറഞ്ഞതുപോലെ അവർക്ക് വെളിച്ചം പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ചെയ്യും, ചിലപ്പം ജോലിക്കാരുടെ ജോലി ചെയ്യും, ചിലപ്പം നമ്മൾ വിരുന്ന് വാഴിയുടെ ജോലി. ഇതെല്ലാം ആവശ്യമുണ്ടല്ലോ. എന്നാൽ ഈ സമയം മുഴുവനും മുൻപിലിരിക്കുന്ന മണവാളനെയും മണവാട്ടിയും പരിപാലിക്കാൻ എത്രയോ നാളത്തെ പ്രയത്നം കൊണ്ടാണ് അവരിന്ന് സന്തോഷിക്കുന്നതെന്ന് അവർ മറന്നു പോകുന്നു. അതാണ് ഈ തലമുറയുടെ ഏറ്റവും വലിയ ശാപം. മുൻ തലമുറകൾ ചെയ്ത അനുഗ്രഹങ്ങളുടെ, മുൻപിതാക്കന്മാരുടെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടാണ് ഇന്ന് വേലികെട്ടി നാം നിൽക്കുന്നതെന്ന് മറന്നിട്ട് ഒരു സ്വാർത്ഥരായി മാറുകയാണ്. എല്ലാം ഇടയൻ്റെ ശബ്ദം കേൾക്കാതെ ഞാൻ ചെയ്തു എന്നും പറഞ്ഞ് ആലയ്ക്കകത്തുനിന്ന് പുറത്ത് ചാടാൻ നോക്കിയിരിക്കുക. ഒന്ന് പുറത്ത് ചാടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനെ വിഴുങ്ങാനായിട്ട് കഴുകന്മാരും കുറുക്കന്മാരും എല്ലാം പുറത്ത് നിൽപ്പുണ്ട്. കർത്താവേ, ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ അറിവില്ലായ്മയിൽ ബലഹീനതയിൽ ചെയ്യുന്ന കുറവുകളെ ക്ഷമിച്ചിട്ട് അവരുടെ അപാകതകൾക്ക് വേണ്ടി, ബലഹീനതയ്ക്ക് വേണ്ടി, കുറവുകൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇൻറ്റർസീഡിങ് ഫോർ ദം. മക്കൾ നേർവഴിക്ക് വന്നേ പറ്റും. കൊച്ചുമക്കൾ വചനത്തിൽ ആശ്രയിക്കണം. അല്ലാത്ത വഴികൾ അടയ്ക്കണം. കർത്താവേ, നീ അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. ദൈവത്തെ അറിയുന്ന ദൂതന്മാർ അവരുടെ ഭവനങ്ങളിൽ കയറിച്ചെന്ന് നിർബന്ധമായി ഇത് പഠിപ്പിക്കണം. അസാധ്യമെന്നൊരു കാര്യമില്ല. നമ്മൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കുമെങ്കിൽ എൻ്റെ മുമ്പിലേക്ക് വിഷയിപ്പിച്ചു തന്നിരിക്കുന്നു. അപ്പച്ചൻ അത് ചെയ്തു തരുന്നതിനാൽ ഈ വെള്ളത്തിൻ്റെ മേൽ, ഈ വിഷയത്തിൻ്റെ മേൽ അപ്പച്ചൻ്റെ കണ്ണ് പതിയുമ്പോൾ, ദർശനം വരുമ്പോൾ അത് വീഞ്ഞാക്കി മാറ്റും. അപമാനത്തെ മാനമാക്കി തരുന്ന ദൈവം, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായവൻ, കണ്ണുനീരോടെ വിതച്ചത് ആർപ്പോടെ കൊയ്യേണ്ട സമയത്ത് കള്ളനും കുറുക്കനും കുറുനരികളും കയറുന്ന വാതിലുകൾ അടച്ചു വെച്ച് ദൈവത്തിൻ്റെ വാതിൽ മാത്രം തുറന്നു വെക്കുന്നു. നാഥ, അവിടുന്ന് അധികാരമായിട്ട് ഏറ്റെടുത്തതിന് സ്തോത്രം. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.